ഹായ്, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മളൊരു വാർത്ത കേട്ടു. മമ്മൂട്ടി ധനുഷിന്റെ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് 24 കോടി ആവശ്യപ്പെട്ടു എന്നുള്ള തരത്തിൽ. അതായത് ധനുഷിന്റെ 55ാമത്തെ സിനിമയിൽ മമ്മൂട്ടിക്ക് ഒരു വേഷമുണ്ട്, അതിൽ അഭിനയിക്കാൻ മമ്മൂട്ടി 24 കോടി ആവശ്യപ്പെട്ടു എന്നുള്ള തരത്തിലാണ് ആ വാർത്ത വന്നത്. അത് തമിഴ് മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ ആ സിനിമ ഉപേക്ഷിക്കുന്നു എന്നുള്ള തരത്തിലാണ് വാർത്തകൾ വരുന്നത്. അതിനുള്ള കാരണം സിനിമ വലിയ ബഡ്ജറ്റിലേക്ക് പോയതുകൊണ്ട് തന്നെയാണ്. 160 കോടിയാണ് സിനിമയ്ക്ക് ബഡ്ജറ്റായിട്ട് ആദ്യം കണക്കാക്കിയത്. പക്ഷേ ഇപ്പോൾ അതിനേക്കാളും വലിയ ബഡ്ജറ്റിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പ്രൊഡ്യൂസർമാർ അതിൽ നിന്നും പിന്മാറിയിരിക്കുന്നു. മമ്മൂട്ടി 24 കോടിയല്ല 15 കോടിയാണ് പ്രതിഫലമായി ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അതായത് ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം മമ്മൂട്ടി 15 കോടിയാണ് ആവശ്യപ്പെട്ടത്. ആ തുക പ്രൊഡ്യൂസർമാർ കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതും അതിൽ എടുത്തു പറയുന്നു. അതായത് തമിഴ് ഓൺലൈൻ മാധ്യമങ്ങൾ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 15 കോടി മമ്മൂട്ടി ആവശ്യപ്പെട്ടു, പക്ഷേ പ്രൊഡ്യൂസേഴ്സ് അത്രയും തുക കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. പക്ഷേ അതിന് സംവിധായകൻ മമ്മൂട്ടി തന്നെ വേണം എന്നുള്ളൊരു വാശിയിലാണ്. പക്ഷേ മമ്മൂട്ടിക്ക് 15 കോടി എന്നുള്ള തുക കൊടുക്കാൻ പ്രൊഡ്യൂസേഴ്സിന് സമ്മതമല്ല. ബഡ്ജറ്റ് വലുതായതുകൊണ്ട് തന്നെ സിനിമയിൽ നിന്നും പ്രൊഡ്യൂസേഴ്സ് പിന്മാറി എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. താൽക്കാലികമായി സിനിമ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയൊരു പക്ഷേ ധനുഷ് തന്നെ ആ സിനിമ ഏറ്റെടുക്കും എന്നതൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇപ്പോൾ താൽക്കാലികമായിട്ട് സിനിമ ഉപേക്ഷിച്ചിരിക്കുകയാണ്. പ്രൊഡ്യൂസർമാർ പിന്മാറിയിരിക്കുന്നു. സിനിമയുടെ ബഡ്ജറ്റ് കൂടിയതുകൊണ്ട് മമ്മൂട്ടി ഈ സിനിമയ്ക്കായി ആവശ്യപ്പെട്ട തുക 15 കോടിയാണ്. പക്ഷേ പ്രൊഡ്യൂസർമാർ മമ്മൂട്ടിക്ക് അത്രയും തുക കൊടുക്കാൻ സമ്മതമല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. എന്താണ് കൃത്യമായിട്ടുള്ള വിവരം എന്നെനിക്കറിയില്ല. ഇതാണ് ഇപ്പോഴത്തെ തമിഴ് ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.